ഹരിയോം, എൻ്റെ പേര് നിർമ്മൽ. ഞാൻ ചിന്മയ വിദ്യാലയ കാഞ്ഞങ്ങാടിൽ നിന്ന് വരുന്നു. ഞങ്ങൾ സീഡിൻ്റെ ഭാഗമായി ആനന്ദാശ്രമം മാവുങ്കാലിൽ വന്നിരുന്നു. ഇവിടുത്തെ 2 മണിക്കൂർ ക്ലാസ് കേട്ട് എന്നെ എൻ്റെ ഗോളിലേക്ക് ഗൈഡൻസായി ശ്രീധരൻ മാഷ് ഞങ്ങളെ സഹായിച്ചു. പിന്നെ നമ്മുടെ ഗെയിമിൽ നിന്ന് നമുക്ക് നമ്മുടെ തന്നെ കഴിവുകൾ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ചു. പിന്നീട് ഞങ്ങളുടെ ഹരിയോ, എൻ്റെ പേര് നക്ഷത്ര. ഞങ്ങൾ ചിന്മയ വിദ്യാലയ കാഞ്ഞങ്ങാടിൽ നിന്ന് അനാഥാശ്രമത്തിലേക്ക് സീഡ് ക്ലബിൻ്റെ ഭാഗമായി ഒരു ട്രിപ്പ് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ മുഴുവനും ചുറ്റി നടന്ന് കണ്ടു. അത് കഴിഞ്ഞ് രുക്മിണി ടീച്ചർ ഞങ്ങൾക്ക് ഒരു അനാഥാശ്രമത്തെക്കുറിച്ചൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങൾ ശ്രീധരൻ മാഷിൻ്റെ ക്ലാസ്സിലേക്ക് പോയി. അവിടെ സാർ കുറേ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. പ്രകൃതിയെക്കുറിച്ചും ലൈഫ് ലെസൺസിനെ കുറിച്ചുമെല്ലാം സാർ പറഞ്ഞു. പിന്നെ സാർ ശ്രദ്ധയെക്കുറിച്ചും പറഞ്ഞു. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ശ്രദ്ധയോടെ ചെയ്യണം. നമ്മളുടെ മനസ്സും ശരീരവും മുഴുവനും ആ കാര്യത്തിൽ വെച്ചിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനെയാണ്. താങ്ക് യു. Hello, my name is Avani Shanake and I am from Chinmaya Vidyalaya Kaningad. Today Sridharan sir took us a special class. In that he taught many things and it was not boring at all. At the meditation session, sir said us about expanding love circle. We expand our love from our family to our neighbors, from neighbors to the city, city to the district, district to the state, and from state to the country, and from country to whole world. Thank you. My name is Parvati and I am from Chinmaya Vidyalaya Kanangad. I had a nice experience at Anandashramam. Sridharan sir said us about many values which we can apply to our life. I did not feel bored at all. He taught us the values through many games and he said us how to achieve our goals. Hariom, my name is Shivani Asnath. I am studying in 7th standard. It is a nice experience that I never had. Our journey started from our school, Chinmaya Vidyalaya Kaningad. Sridharan sir took to our class about environment friendly and our life. Thank you. നമസ്തേ, എൻ്റെ പേര് ഹരിദേവ്. ഞാൻ ചിന്മയ വിദ്യാലയ കാനങ്കാടിൽ നിന്നാണ് വരുന്ന അധ്യാപകൻ. ഞാൻ ഇന്ന് വന്നപ്പോൾ എനിക്ക് ബോറിംഗായി തോന്നി. പിന്നെ രുക്മിണി ടീച്ചർ എനിക്ക് കുറേ സ്വാമിമാരെ കുറിച്ചെല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ നമ്മളെ ഒരു ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ശ്രീധരൻ മാഷ് വന്ന് നമ്മളെ കുറേ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രമല്ല മറ്റുള്ളവരെയും കുറിച്ച് ചിന്തിക്കണം. താങ്ക് യു. ഹരിയോ, നമസ്കാരം. ഇന്നത്തെ ഇവിടുത്തെ ക്ലാസ് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് വേവലാതി ഉണ്ടായിരുന്നു. കുട്ടികൾ കുറച്ചൊരു റെസ്റ്റ്ലെസ് ആണ്. ഇപ്പോഴത്തെ കുട്ടികൾ അധികവും അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലുള്ള കുട്ടികളാണ്. അവരെയും കൊണ്ട് ഇവിടെ വരുമ്പോൾ ഈ അന്തരീക്ഷവുമായിട്ട്, ശാന്തമായ ഇവിടുത്തെ അന്തരീക്ഷവുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടും എന്നുള്ളതിനെ കുറിച്ച് ഒരു വേവലാതി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ആ കുട്ടികൾ സാഹചര്യത്തിനനുസരിച്ച് ഇവിടുത്തെ ശാന്തത എങ്ങനെയാണോ അതിനനുസരിച്ച് ഇവിടുത്തെ കുട്ടികളും വന്ന കുട്ടികളും അതിനോട് പൊരുത്തപ്പെട്ട് ഞങ്ങൾ പ്രതീക്ഷയിലും നല്ലതായിട്ട് നമ്മളെ കുട്ടികൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റി. പിന്നെ ഇവിടുത്തെ ക്ലാസ്, ശ്രീധരേട്ടൻ്റെ ക്ലാസ് ലളിതമായ ഭാഷയിൽ കുട്ടികൾ ഭാവിയിൽ എന്തൊക്കെ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള പ്രാപ്തി അവർക്കുണ്ടാക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ലളിതമായ രീതിയിൽ ശ്രീധരേട്ടൻ ക്ലാസ് എടുത്തു. അതിന് ഞങ്ങളെ ഇവിടത്തേക്ക് അയച്ച ഞങ്ങളുടെ ചിന്മയത്തെ പ്രിൻസിപ്പൽ ചന്ദ്രൻ സാറിനും പിന്നെ ഇവിടുത്തെ ശ്രീധരേട്ടനും പിന്നെ അനാഥാശ്രമത്തിനും ഇവിടെ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഹരിയോം, നമ്മളിന്ന് ചിന്മയ വിദ്യാലയത്തിൽ നിന്ന് ഇവിടെ ആനന്ദാശ്രമത്തിലേക്ക് കുട്ടികളുമായി ഒരു ക്ലാസ് ഉണ്ടാകുമെന്ന് അറിഞ്ഞു വന്നതാണ്. വളരെ പ്രയോജനപ്രദമായ രീതിയിൽ തന്നെ ശ്രീധരേട്ടൻ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. കളികളിലൂടെ, ആക്ടിവിറ്റീസിലൂടെ നന്നായി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഭാവിയിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും കുട്ടികൾക്ക് അതിനെ എങ്ങനെ നേരിടാം എന്നുള്ളത് ഒരു ചെറിയ കഥയിലൂടെ, ഒരു പെൻസിൽ മുതലാളിയുടെയും പെൻസിലിന്റെയും കഥ വെച്ചിട്ട് കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചു.
അങ്ങനെ ഒരു നല്ല പൗരനായിട്ട് എങ്ങനെ വരാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയും, കാരണം നമ്മുടെ കുട്ടികൾ എപ്പോഴും സിലബസിൽ ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ്. ആ സിലബസിന് പുറത്തേക്ക് നമ്മൾക്ക് സിലബസ് വെച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ശ്രീധരേട്ടൻ നല്ല രീതിയിൽ കുട്ടികൾക്ക് വേണ്ടി ഇന്ന് നൽകിയിട്ടുള്ളത്. അതിൽ ചിന്മയ വിദ്യാലയത്തിന്റെ പേരിലും നമ്മൾ ടീച്ചേഴ്സിന്റെ പേരിലും കുട്ടികളുടെ പേരിലും ശ്രീധരേട്ടനോടും പിന്നെ നമ്മുടെ ആനന്ദാശ്രമത്തിനോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു.